ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലിപ്പിംഗ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഒരു ഷേപ്പിലേക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റിലേക്കോ ഒക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇമേജിനെ മാസ്ക് ചെയ്ത് വെക്കുന്ന രീതിയാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്ലിപ്പിംഗ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീയുടെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ ഫില്ലിൽ പോവാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ഷേപ്പിനകത്തേക്ക് നമുക്കൊരു ഇമേജിനെ മാസ്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്യാം. ഈ ഒരു ലെയറിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കണം നമ്മൾ മാസ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇമേജ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫയലിൽ പോയിട്ട് പ്ലേസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഫോൾഡറിൽ നിന്ന് ഞാൻ ഇമേജിനെ സെലക്ട് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇമേജിൽ പോയതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ അല്പം ഇവിടെ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം താഴേക്ക് ഒരു ആരോ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജ് മാസ്ക് ആവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ലെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിനകത്ത് ഇമേജിൻ്റെ ഏത് പോർഷനാണ് കാണേണ്ടതെന്ന് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇമേജിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പിനകത്ത് എങ്ങനെയാണ് ഇമേജിനെ മാസ്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്തേക്ക് കൂടി ഇമേജിനെ ഒന്ന് മാസ്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജിനെ തന്നെ ഞാൻ ഒന്നുകൂടി ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജിൻ്റെ കോപ്പി എടുത്താണെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടേക്ക് ഇമേജിനെ വീണ്ടും പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ലെയറിൻ്റെ മുകളിലായിട്ടാണ് ഇമേജ് വന്നിരിക്കുന്നത്. ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടെക്സ്റ്റിനകത്തേക്ക് ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇമേജിനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഏത് പോർഷനാണ് കാണേണ്ടതെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇമേജിൻ്റെ സൈസ് ഇവിടെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഷേപ്പിനകത്തോ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തൊക്കെ എങ്ങനെയാണ് ഇമേജിനെ മാസ്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക.